എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന 4 ഗ്ലാസ് പാലാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ വെച്ച് 4 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് പാലാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ചൗവരി എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതില്ലേലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചവ്വരി ഇടുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കസ്റ്റാർഡ് പൗഡറാണ്. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് 1/4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കുറച്ച് ഫ്രൂട്ട്സാണ്. അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചവ്വരി വേവിക്കണം. അപ്പോൾ ചവ്വരി നമുക്ക് വേവിക്കാൻ പോകണം. അപ്പോൾ ചവ്വരി ആദ്യം നന്നായി കഴുകിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നിങ്ങൾ കുതിർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല നിങ്ങൾ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുക്കറിനകത്ത് ഇത് കുക്ക് ചെയ്താലും മതി. ചവ്വരി 2-3-4 ഫീസിൽ അടിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് ചവ്വരി ഇഷ്ടമാണ്. കസ്റ്റാർഡ് ഫ്രൂട്ട് കസ്റ്റാർഡിനകത്ത് അത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല. കയ്യിലില്ല എങ്കിൽ നിങ്ങളത് എടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിട്ട് ആദ്യം കുക്ക് ചെയ്യണം. ചവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കണം. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനകത്തൊരു ബൗളിലോട്ട് ഞാൻ ഈ 1/4 കപ്പ് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലോട്ട് ചേർക്കുവാണ്. അതിലോട്ടൊരു 1/4 കപ്പ് പാല്. അതിൽ കുറച്ച് നിങ്ങൾ ഇറക്കി കൊടുക്കുക. കാരണം ഇത് ഒരു കട്ടയില്ലാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. കട്ടയുണ്ടെങ്കിൽ കട്ടയില്ലാതെ വേണം ഇത് നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് ഞാൻ മധുരത്തിന് പകരം ചേർക്കുന്ന കണ്ടൻസ് മിൽക്കാണ്. ഇത് ഉള്ളത് ഫ്രൂട്ട് കസ്റ്റാർഡിന് വളരെ നല്ല ടേസ്റ്റ് കൂട്ടും. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. 1 കപ്പാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചവ്വരി അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതിനകത്ത് വെള്ളമെല്ലാം മാറ്റാൻ പോവാണ്. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി ഇത് ഒത്തിരി വെള്ളമുണ്ട്. അപ്പോൾ പാലൂടെ ആകുമ്പോൾ ഒരുപാട് നേരം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതാകും. ഇപ്പം ഇതിലോട്ട് ഇപ്പം നമ്മുടെ ചവ്വരി വെന്തിട്ട് ഞാൻ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പാൽ ഒഴിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം കട്ടി കൂടിയ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ പാലൊന്ന് തിളച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം എല്ലാം അടി പിടിക്കും. അപ്പോൾ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ കട്ടി കൂടിയ പാത്രത്തിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇത് കൈ വിടാതെ ഇത് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. ഇതിലേക്ക് ഞാൻ ആ കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഇല്ല എങ്കിൽ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അടി പിടിക്കാതെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മധുരം ഒന്ന് നോക്കട്ടെ. 1 കപ്പ് ഒഴിച്ചിട്ടും മധുരം അത്രയ്ക്കായിട്ടില്ല. അപ്പം ഞാൻ 1/4 കപ്പൂടെ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കുകയാണ്. 1/4 കപ്പൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഞാൻ 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 397 ഗ്രാമിൻ്റെത് വലിയത് മൊത്തം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പം കൂടുതൽ ചേർത്തത് പെട്ടെന്ന് കുറുകി കിട്ടും. കുറച്ച് ചേർക്കുമ്പോൾ അത് ഇച്ചിരി താമസം എടുക്കും കുറുകാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 4 ഗ്ലാസ് പാലെടുത്തിരുന്നു. 3 ഗ്ലാസ്സാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കുറുകും. എന്നാൽ ഒത്തിരി കുറുകാനും പാടില്ല. ഒരു മീഡിയം പരുവാകുമ്പോഴത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യണം. കാരണം പിന്നെ തണുക്കുമ്പോൾ പിന്നെയും കുറുകും. ഫ്രിഡ്ജിലായി കഴിയുമ്പം പിന്നെയും കുറച്ചുകൂടി ഹാർഡാവും. അപ്പം
കുറുകുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള മധുരമാണ്. ഒത്തിരി മധുരം കൂടിയാലും അത് അഴുക്കാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ. ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അളവിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ നല്ലതാണ്. മിക്സഡ് ആയതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും കഴിക്കാത്ത പിള്ളേർ ഇതിൽ കൂടെ അങ്ങ് കഴിക്കുകയും ചെയ്യും ഫ്രൂട്ട്സൊക്കെ. അപ്പം കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റായിട്ട് ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇത് തീ ഓഫ് ചെയ്യുകയാണ്. കണ്ടത് ഇതിപ്പോൾ ആവശ്യത്തിനുള്ളതായി. കാരണം ഇതിപ്പം നമ്മുടെ ചവ്വരി ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ ഇത് ഇച്ചിരി കുറുകും. ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കുറുകാൻ നിന്നിട്ടില്ല. ഒത്തിരി കുറുകാൻ നിൽക്കരുത്. കാരണം ഒത്തിരി കുറുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരിക്കുമ്പം പിന്നെയും കുറുകും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് വരുമ്പോൾ കുറച്ചുകൂടെ കുറുകും. അപ്പം അതിനേക്കാൾ നല്ലത് ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യുക. ഇപ്പം ഞാനൊരു ബൗളിലോട്ട് ഇത് മാറ്റാൻ പോവാണ്. തണുത്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇപ്പം ടോൺസിലൈറ്റിസ് ഒക്കെ ഉള്ളവർ അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉണ്ടാവും. ഇതിലോട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഒത്തിരി ഫ്രൂട്ട്സ് കൂടിപ്പോയാലും അഴുക്കാണ്. അപ്പം അതനുസരിച്ച് ചേർക്കാം നമുക്ക്. അപ്പം ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പകുതി ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. പിന്നെ മാങ്കോ, അത് ഇതുപോലെ ഞാൻ 2 ചെറിയ മാങ്കോ ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ പഴം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പൊമാഗ്രേറ്റ് ആണ്. ഇതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അതേപോലെ വാട്ടർമെലൺ അതൊന്നും ചേർക്കാൻ പാടില്ല. മുന്തിരി ചേർക്കാം. പിന്നെ കാഷ്യൂ നട്ട്സും കൂടെ ചേർക്കുവാണ്. അപ്പം ഇത് മതി. ഫ്രൂട്ട്സ് കണ്ടോ, ഈ ഒരു ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുവാണ്. അപ്പം ഞാനിപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാൻ പോവുകയാണ്. കാരണം എനിക്കും തണുപ്പ് പിടിക്കത്തില്ല. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ആ കാഷ്യൂം നട്ട്സും ചവ്വരിയും എല്ലാം കൂടെയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. 2 to 3 hours ഫ്രിഡ്ജിൽ വെച്ച് ശേഷമാണ് സെർവ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തണുപ്പിപ്പം തൊണ്ടയ്ക്കൊക്കെ പ്രോബ്ലം ഉള്ളവർ അത് അവോയ്ഡ് ചെയ്ത് ഇപ്പോൾ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.